ഒരു ഹാഫ് ഡേ എടുത്തോ. നമുക്ക് കുടയത്തൂർ വരെ ഒന്ന് പോണം. എന്തിനാ വിജയേട്ടാ? ഗോവിന്ദൻകുട്ടിയുടെ അമ്മ മരിച്ചു. അയ്യോ, മരിച്ചെന്നോ? നമ്മൾ 2 മാസം മുമ്പ് കണ്ടതല്ലേ? എന്തു പറ്റിയതാ വിജയേട്ടാ? അറിയില്ല. നമുക്ക് ഉടനെ അങ്ങോട്ട് പോണം. ഗോവിന്ദൻകുട്ടി എന്നെ വിളിച്ചു പറഞ്ഞതാ. പോവാതെ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ വരാം വിജയേട്ടാ. ഞാൻ കാറായിട്ട് സ്കൂളിലോട്ട് വരാം. അവിടെ നിന്ന് ഒരുമിച്ച് പോവാം. റെഡി ആയിട്ട് നിന്നാ മതി. ശരി വിജയേട്ടാ. അമ്മായിക്ക് ആസ്മയാണെന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞു. ഇന്നലെ രാത്രി മുഴുവൻ ഭയങ്കര വലിയായിരുന്നു. രാവിലെ തുളസിയില ഇട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിച്ചു. പിന്നെ ഈ മൂക്കിൽ വലിക്കുന്ന ഒരു സൂത്രം ഉണ്ടല്ലോ, അത്രയൊക്കെ ചെയ്തപ്പോഴേക്കും അങ്ങ് നിന്നു. അതൊരു തൽക്കാല ആശ്വാസമേ ഉള്ളൂ. ആരാ മരിച്ചേ? ഞാനാ കൊന്നത്. അറിയാത്ത നാട്ടിൽ കൊണ്ടുവന്ന് ആദി പിടിപ്പിച്ച്. നിന്റെ കുറ്റമല്ലല്ലോ ഗോവിന്ദൻകുട്ടി, അസുഖം കൂടിയിട്ടല്ലേ. എന്റെ കുറ്റം തന്നെ. എന്റെ കുറ്റം തന്നെ. എന്റെ അമ്മയ്ക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. ഈ നാട്ടിൽ വന്നതിന് ശേഷം ശ്വാസം മുട്ടലൊക്കെ തുടങ്ങിയത്. അമ്മയ്ക്ക് ഒന്നാവട്ടത്ത് വരെ ഒട്ടും മനസ്സിലായിരുന്നു. എന്നെ ഓർത്ത കൂടെ വന്നത്. എന്തെങ്കിലും തിരിച്ചു പോണമെന്ന് കൂടെ പറയുമായിരുന്നു. കൊണ്ടുപോവാന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നതാ. പറ്റിയില്ല. ഗോവിന്ദൻകുട്ടി, ഒന്ന് ഓർത്തു നോക്കിയ വിജയ, ഞാൻ കാരണം 2 പേരുടെ ജീവനല്ലേ പോയത്. ആദ്യം അശ്വതി പോയി, ഇപ്പൊ എന്റെ അമ്മ.
ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്? ആർക്കു വേണ്ടിയാ? ഗോവിന്ദൻകുട്ടി, നീ ഇങ്ങനെ തളർന്നാലും ഒരു കുഞ്ഞിലിടാ നിനക്ക്. അവൾക്കിനി നീയല്ലാതെ വേറെ ആരാ ഉള്ളത്? മതിയായി, മടുത്തു. എടാ, നീ പോയി മുഖമൊക്കെ ഒന്ന് കഴിയിട്ട് വാ. ചെല്ല് ചെല്ല്. രത്നമ്മേ, കുഞ്ഞിനകത്ത് കൊണ്ടുപോയി കിടത്ത്. അവൾ ഉറങ്ങി. ഇനി നീ എന്ത് ചെയ്യും ഗോവിന്ദൻകുട്ടി? ആരുണ്ട് നിനക്കൊരു സഹായത്തിന്? എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണമല്ലോ. ഒന്നോർത്ത നിന്റെ കാര്യം ഭയങ്കര കഷ്ട. ആദ്യം ഭാര്യ പോയി, പിന്നെ ഇപ്പൊ അമ്മ. ഒരു സ്ത്രീയുടെ സഹായമില്ലാതെ ഇത്രയും ചെറിയ കുട്ടി എങ്ങനെ വളർത്തി വലുതാക്കും? ഇവളുടെ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഒരു വേലക്കാരിയെ വെക്കാൻ പറ്റുമോ? പറ്റില്ല. ഇവളെ ആരെ ഏൽപ്പിച്ചിട്ട് നീ ജോലിക്ക് പോവും? ഇത്രയും നാള് അമ്മയുണ്ടായിരുന്നു. നിവർത്തിയില്ലാതെ വന്ന എന്റെ മോളെ കൊണ്ട് വല്ല കയത്തിലും ചാടി. ഗോവിന്ദൻകുട്ടി, അരുത്. ഒരിക്കലും നീ ഇങ്ങനെ ചിന്തിക്കുക പോലും അരുത്. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് എങ്ങനെ തോന്നണം? ഗോവിന്ദൻകുട്ടി, നീ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ അശ്വതി പോയപ്പോ നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് പോയ ജീവനാ. അത് നീ കെടുത്തി കളയരുത്. പാവം, ഈ കുഞ്ഞെന്ത് പിഴച്ചു? ഇവൾക്ക് ജീവിക്കാനുള്ള അവകാശം നീ നിഷേധിക്കരുത്. ഒരു കാര്യം ഗോവിന്ദൻകുട്ടി എപ്പോഴും ഓർക്കണം. അന്ന് ഞാൻ നിന്റെ മുമ്പിൽ വെച്ച അപേക്ഷ ഇപ്പോഴും തിരിച്ചെടുത്തിട്ടില്ല. ഒരു നിവൃത്തിയില്ലാതെ വന്ന നീ ഇവളെ ഞങ്ങൾക്ക് തന്നേക്ക്.
പിന്നെ അവള് ഞങ്ങളുടെ രാജകുമാരിയാ. എനിക്ക് ഈ ലോകത്തിന് ഇവള് മാത്രമല്ലേ ഉള്ളൂ വിജയ. ഞാൻ നോക്കട്ടെ എങ്ങനെയെങ്കിലും അവളെ വളർത്താൻ പറ്റുമെന്നോ. ഗോവിന്ദൻകുട്ടി ചെറുപ്പ, 34 വയസ്സെന്നൊക്കെ പറഞ്ഞ ഒന്നുമല്ല. ഇനിയും ഒരു കല്യാണം കഴിക്കാം. ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയൊക്കെ മാറും. ജീവിതത്തിലൊരു താങ്ങും തുണിയൊക്കെ വേണമെന്ന് തോന്നും. ഗോവിന്ദൻകുട്ടി ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് പോകാൻ പറ്റാതെ വന്ന ഈ കുഞ്ഞ് അതിനൊരു തടസ്സമാണെന്ന് തോന്നിയ ഞങ്ങളെ ഓർക്കണേ. 2 കൈ നീട്ടി സ്വീകരിക്കാൻ ഞങ്ങളുണ്ട്. നമ്മൾ അന്യരൊന്നും അല്ലല്ലോ ഗോവിന്ദൻകുട്ടി. വാ മോളെ, അച്ഛനെടുക്കാം. പോയിട്ട് വരാട്ടോ. നല്ല മിടുക്കിയ കുട്ടിയായിട്ടിരിക്കണേ. എന്റെ ചക്കരക്കുട്ടി, നിന്നെ വിട്ടിട്ട് പോവാനും തോന്നുന്നില്ലല്ലോ. ഒരു ഉമ്മ തന്നെ. മോള് വാ. കറിവല്ലേ? ഗോവിന്ദൻകുട്ടി പോട്ടെ, ഇനിയും കാണാം. ആ പോയി.
ദേ ഇത് കാണിക്കാനും കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാ സരസമ്മോട് വരാൻ പറഞ്ഞ്. കാണാൻ മിടുക്കി, രണ്ടാം കെട്ടൊന്നുമല്ല, പൈസയുള്ള വീട്ടിലെയാ, നല്ല ശ്രീധനവും കിട്ടും. അവർക്ക് താല്പര്യ. ഇവളെ കെട്ടിയ വിജയന് കുട്ടികളുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണോ? പിന്നല്ലാതെ എല്ലാ പെണ്ണുങ്ങളും നിന്റെ മോളെ പോലെയാണെന്ന് വിചാരിച്ചോ? ദാ വെച്ചോ, എനിക്ക് കാണണ്ട. പിന്നെ കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. വിജയൻ സമ്മതിച്ചിട്ടൊന്നുമില്ലല്ലോ ഇവളെ കെട്ടാൻ. ഓ അവനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എന്റെ മോനല്ലേ, എനിക്കറിയാം. വസുമതി, അപ്പോ നമ്മള് തമ്മിൽ സംസാരിച്ചു വെച്ച കാര്യോ സുനിതയുടെ? നിങ്ങൾ എന്താ രണ്ടിലൊരു തീരുമാനം പറയാത്തേ? എനിക്ക് സമ്മതക്കുറവൊന്നുമില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലോ. പിന്നെന്താ തടസ്സം? ചന്ദ്രശേഖരനൊരു വിഷമം. സുനിത കൊച്ചു പെണ്ണല്ലെന്ന് അവൻ ചോദിക്കുന്നു. 22 എന്റെ മോനും ചെറുപ്പമാ, 33 ഉള്ളൂ. ചന്ദ്രശേഖരന് ഇത്രയ്ക്ക് വിഷമിക്കാൻ എന്താ? രത്നമ്മ അവന്റെ പെങ്ങളല്ലേ, അവളുടെ താലിച്ചേരുടെ പൊട്ടാവ് നോക്കേണ്ടത് അവന്റെ കൂടെ കടമയല്ലേ? ഞാൻ അവനോട് ഒന്നുകൂടെ സംസാരിക്കട്ടെ. രണ്ടിലൊന്ന് എനിക്കറിയണം, ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കല്യാണം നടത്തും. വിജയന് സുനിതയും കൂടെയുള്ള കല്യാണം നടത്താമെന്ന് തന്നെ ഉറപ്പിച്ചോ വസുമതി അമ്മേ? എനിക്കത് കേട്ടാ മതി. സുനിത മോള് സമ്മതിക്കോ? അത് വിജയന്റെ കാര്യം വസുമതി പറഞ്ഞ പോലെ തന്നെ ഞാൻ സമ്മതിപ്പിക്കും. എന്റെ മോളല്ലേ. വിജയൻ സുനിത മോളെ കല്യാണം കഴിച്ച രത്നമ്മയ്ക്ക് ബന്ധം പിരിയേണ്ടി വരില്ലല്ലോ. അവളുടെ ഭാര്യാസ്ഥാനം അങ്ങനെ തന്നെ നിന്നോളുമല്ലോ. അത് ശരിയാ, നല്ല കാര്യ. പക്ഷേ രത്നമ്മ അതിന് സമ്മതിക്കോ? ഞാൻ അവളോട് സംസാരിക്കാം. സമ്മതിച്ച അവക്ക് നല്ലത്. ഇല്ലെങ്കിൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. വേറെ പെണ്ണ് വന്ന് ഇവിടെ കുടിയിരിക്കുകയും ചെയ്യും. അച്ഛമ്മേ, 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 മോളെ, 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 നീ എന്തായി കാണിക്കണേ? അച്ഛമ്മേ കാണണം. അച്ഛമ്മ വിളിക്ക്, എനിക്ക് കാണണം. മോളെ, അച്ഛമ്മ, അച്ഛനില്ലേ എന്റെ മോക്ക്, പിന്നെന്താ? അച്ഛമ്മ കാണണം.
നേരം വിളിക്കട്ടെ കേട്ടോ, അച്ഛൻ കാണിച്ചു തരാം. അച്ഛമ്മ എവിടെ പോയതാ അച്ഛാ? അച്ഛമ്മ ഈ വരട്ടെ. ആഹാ, അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്റെ കുഞ്ഞിനെ ഇട്ടിട്ട് എവിടാ പോയേക്കണേന്ന്.